നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ദാ ഇവിടെ ചിൽഡ്രൻസ് പാർക്കിലാണ് കേട്ടോ, കൊല്ലം ചിൽഡ്രൻസ് പാർക്കിലാണ്. അപ്പോൾ ഇന്ന് ഒരു വ്യാഴാഴ്ചയാണ്. അപ്പം അധികം തിരക്കൊന്നുമില്ല, തിരക്കില്ലെന്നേ പറയാം. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആളുകളൊക്കെ നിൽപ്പുണ്ട്. ഏട്ടനും മോനും അവിടെ ഉണ്ട് കേട്ടോ, കാണാൻ പറ്റത്തില്ലായിരിക്കും, അവിടെ ഉണ്ട്, അവരവിടെ കളിക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു കുറച്ച് ആളൊക്കെ ഒഴിഞ്ഞൊരു ഏരിയയിലോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പം എൻ്റെ ചാനലിൽ കുറേ പേര് കമൻ്റ് ഇടുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു, നെഗറ്റീവ് മാർക്സ് എങ്ങനെ കുറയ്ക്കാമെന്ന്. നെഗറ്റീവ് മാർക്സ് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമൊക്കെ PSC പരീക്ഷയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് വരുത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതായത് നല്ല രീതിയിലെന്ന് വെച്ചാൽ എൻ്റെ ഹയ്യസ്റ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു 22-25 റേഞ്ചിലൊക്കെ ഞാൻ നെഗറ്റീവ് വരുത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിലൊക്കെ നെഗറ്റീവ് വരുത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം പിന്നെ അത് കുറച്ച് ഇപ്പം ഒരു 6-7, ഇപ്പോഴും ഒരു 6-7 റേഞ്ചൊക്കെ നെഗറ്റീവ് വരുത്താറുണ്ട് കേട്ടോ. ചില എക്സാമിനൊക്കെ 6-നകത്തൊക്കെ നെഗറ്റീവ് വരുത്തുന്നതാണ് ഏറ്റവും നല്ലത്. അത്രത്തോളം നമുക്ക് നെഗറ്റീവ് മാർക്ക് 6 നെഗറ്റീവ് വരുത്തുമ്പം തന്നെ നമ്മുടെ ശരി ഉത്തരത്തിൽ നിന്ന് 3 മാർക്കോളം കുറയുവാണ്. അപ്പം 6 മാർക്കിന് അകത്തൊക്കെ വെച്ച് നെഗറ്റീവ് വരുത്തുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ അറിയാൻ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ 100% ഉറപ്പാന്ന് വിചാരിച്ചാലും ചിലപ്പോൾ നമ്മുടെ നിർഭാഗ്യവശാൽ അത് നെഗറ്റീവ് വരാം. അപ്പോൾ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് മാർക്ക് വരുത്താതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമെന്ന് വെച്ചാൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതിരിക്കുക. പക്ഷെ അതും അത്ര എളുപ്പമല്ല. നമ്മളൊരു 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ്റെ ആൻസർ അതിനകത്ത് 100% ഷുവർ ആയിരിക്കും അല്ലേ? അത് നമുക്ക് വളരെ കുറവായിരിക്കാം. വളരെ ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നമുക്ക് കൂടുതലും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്നാൽ വളരെ ഒരു മീഡിയം ലെവലോ ടഫ് ലെവലോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്കൊരു 8 ഒരു വളരെ നമുക്ക് അറിയാവുന്ന, അതായത് 100% അത് തന്നെ ആയിരിക്കും ആൻസർ എന്ന് അറിയാവുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പം നമുക്ക് 100% ഷുവർ അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് അറ്റൻഡ് ചെയ്തേ മതിയാവൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പം നമ്മൾ ചാൻസ് എടുക്കേണ്ടി വരും അല്ലേ? ചാൻസ് എടുക്കുക എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണെങ്കിൽ നമ്മൾ എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ നെഗറ്റീവ്സ് കുറയ്ക്കാനായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് റൗണ്ട്, അതായത് PSC എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യുമ്പം ഫസ്റ്റ് റൗണ്ട് നിങ്ങൾക്ക് 100% ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്തിട്ട് അത് കൗണ്ട് ചെയ്ത് നോക്കുക. കൗണ്ട് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ലെവലും പാറ്റേണും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം അതിന് ഏത് ലെവൽ എക്സാം ആയിരിക്കും. അതായത് കൂടുതൽ പേർക്ക് ഈസി ആയിരുന്ന എക്സാം ആണോ, നന്നായിട്ട് പഠിച്ചൊരാൾക്ക് ആ ഒരു എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഒരാൾക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും അതൊരു ഈസി ലെവൽ എക്സാം ആണോ മീഡിയം ലെവൽ എക്സാം ആണോ എന്ന്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് 100% ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക. സെക്കൻഡ് റൗണ്ട് വരുമ്പോഴത്തേക്ക് എന്നിട്ട് ഈ അറിയാത്തതൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്യാറ്, ക്വസ്റ്റ്യനിൽ ഇങ്ങനെ വട്ടം വരച്ച് പോകും. സെക്കൻഡ് റൗണ്ട് ഈ അറിയാത്ത ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയോ അറിയാം എന്നാൽ ആൻസർ ഉറപ്പില്ല, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണുമല്ലോ. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസ് അക്കോ പിക്കോ വേഗം പൊക്കോ എന്നുള്ള രീതിയിൽ അറ്റൻഡ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നോക്കുക ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയെങ്കിലും ഒന്ന് ആ ഒരു 4 ഓപ്ഷനിൽ നിന്ന് പറ്റുന്നുണ്ടോ, അതായത് ഒരു 70% എങ്കിലും ഉറപ്പായിട്ടൊരു ആൻസറായിട്ട് അത് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നോൺ GK പാർട്ടിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ്. നോൺ GK പാർട്സ് എത്രത്തോളം നമുക്ക് സ്ട്രോങ് ആവുന്നോ അത്രത്തോളം നമ്മുടെ സ്കോർ ഉയരുകയും ചെയ്യും. ഇപ്പം നോൺ GK പാർട്ടായ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതൊക്കെ തറൗലി നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ ആ ഒരു എക്സാമിന് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മാർക്ക് ഓട്ടോമാറ്റിക്കലി ഉയരും. അപ്പം മാത്സൊക്കെ നന്നായിട്ട് എല്ലാ ദിവസവും മാത്സൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടേ പോകാവൂ. എല്ലാ ദിവസവും എക്സാമിന് മുൻപേ ഉള്ള എല്ലാ ദിവസവും മാത്സൊക്കെ കഴിവതും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുക, മലയാളം പ്രാക്ടീസ് ചെയ്യുക. ഇംഗ്ലീഷിനെ മലയാളത്തിനെ സംബന്ധിച്ചുകൊണ്ട് PYQ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ആ ഒരു നോൺ GK പാർട്ടും കൂടെ സ്ട്രോങ് ആക്കി പോവുക. അപ്പം നമ്മൾ അറിയാമല്ലോ, മാത്സൊക്കെ ചെയ്ത ആൻസർ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ചിലപ്പോൾ കാൽക്കുലേഷൻ മിസ്റ്റേക്കൊക്കെ വന്ന് ആ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് കിട്ടുന്ന ആൻസറൊക്കെ ഓപ്ഷനിൽ വന്ന് അങ്ങനെ തെറ്റിപ്പോവാം. പക്ഷേ മാത്സൊക്കെ നമുക്ക് നെഗറ്റീവ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് നമുക്ക് ആൻസർ കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മളത് അറ്റൻഡ് ചെയ്യാതെ വിടും അല്ലേ, അല്ല ആൻസർ കിട്ടിയാൽ നമുക്കത് മാർക്ക് കിട്ടും, ആ ഒരു ലെവലാണ്. അപ്പം മാത്സിലൊക്കെ വളരെ ഇമ്പോർട്ടൻസ് എക്സാമിൽ കൊടുക്കുക. അതൊക്കെ ഈ നെഗറ്റീവ് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ്. പിന്നെ നെഗറ്റീവ് ഒഴിവാക്കാനുള്ളൊരു മാർഗ്ഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാം. 100% എനിക്ക് ഒട്ടും അറിയത്തില്ല, ഈ ഒരു ഏരിയയെ പറ്റി എനിക്ക് ഒരു അറിവുമില്ല. ഇപ്പം ഞാൻ പറയാൻ എനിക്ക് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടാണ്, ഞാൻ BCom
ഡിഗ്രിക്കാരിയാണ്. ഞാനിപ്പോൾ MCOM ആണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സയൻസ് സബ്ജക്റ്റിനോട് വലിയ ഒരടുപ്പമില്ല. അപ്പോൾ ചില സയൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും അറിയത്തില്ല, ആ ഒരു ടേം പോലും ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ തൊടാനേ പോവാറില്ല, ഒരു ചാൻസ് പോലും എടുക്കാറില്ല. ചാൻസ് എടുത്താൽ പോലും അത് വലിയൊരു റിസ്ക് ആയിട്ട് മാറും എന്നുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുക. അതായത് ചാൻസ് ആവും, അല്ലെങ്കിൽ ഒട്ടും നമുക്കത് ആ ഒരു ക്വസ്റ്റ്യനിൽ ആ ടേം പോലും നമുക്ക് കണ്ടിട്ടില്ലേ പിന്നെ അത് അറ്റൻഡ് ചെയ്യാതെ വിടുകയാണ് നല്ലത്. മാർക്ക് ഇനി അത് ശരിയായി പോയാലോ ആ ഒരു മാർക്കും കൂടെ കിട്ടത്തില്ലേ എന്നൊക്കെ വിചാരിച്ച് അറ്റൻഡ് ചെയ്യാൻ പോയാൽ ഒരു 90% തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക്കുകളൊക്കെ എടുക്കുന്നത് ഒഴിവാക്കുക. അപ്പോൾ തന്നെ ഈ നെഗറ്റീവ് മാർക്കിൽ നിന്നൊക്കെ ഒരുവിധം മോചനം നമുക്ക് കിട്ടും. പിന്നെ വേറൊരു കാര്യം, ചിലവരുടെ ഒരു വിചാരമുണ്ട്, ഈ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്ക് അല്ലെങ്കിൽ 100 റാങ്കിനകത്തൊക്കെ വരുന്നവർ ഒട്ടും നെഗറ്റീവ് വരുത്താത്തവരാണെന്ന്. ഒട്ടും നെഗറ്റീവ് വരുത്താതൊന്നും ആരും PSC എക്സാം അറ്റൻഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നെഗറ്റീവ് വരുത്തുന്നതിൻ്റെ എണ്ണം കുറവായിരിക്കും, അതായിരിക്കും അവരുടെ റാങ്ക് ഉയരുന്നത്. അത് നമുക്ക് ഒബ്വിയസ്ലി ആലോചിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അവർ നെഗറ്റീവ് വരുത്തുന്നതിൻ്റെ എണ്ണം കുറവായിരിക്കും ബാക്കിയുള്ളവരെ അപേക്ഷിച്ച്, അതുകൊണ്ടായിരിക്കും അവരുടെ റാങ്ക് ഉയരുന്നത്. നമ്മളുടെ നെഗറ്റീവ് വരുത്തുന്നതിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് നമ്മുടെ റാങ്ക് താഴെ പോകും, അല്ലെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് നെഗറ്റീവ് വരുത്തുന്നത് എത്ര ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് കാര്യത്തിലാണ് ഇരിക്കുന്നത്. അപ്പം നെഗറ്റീവ് എന്ന് പറയുന്നത് എല്ലാവർക്കും വരുന്നതാണ്, എല്ലാവരും തെറ്റിക്കാറുണ്ട്. പക്ഷെ അത് എത്ര എണ്ണം തെറ്റിക്കുന്നു എന്നതിലാണ് കാര്യം. അപ്പം നമ്മൾ മാക്സിമം ഞാനീ പറഞ്ഞ കണക്ക് ആദ്യം നമ്മൾ 100% അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക. പിന്നെ ഒരു 70-80% ചാൻസ് ഒക്കെ വരുന്നത്, ഒരു 60-70-80 മാക്സിമം അത്രയും, ഒരു 60% എങ്കിലും ചാൻസ് വരുന്നത്, അല്ലെങ്കിൽ ഒരു 50-50 അങ്ങനെയൊക്കെ ചാൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒരിക്കലും അറ്റൻഡ് ചെയ്യാൻ പോകരുത്. പോയി കഴിഞ്ഞാൽ നമുക്കൊരു 90% അത് തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മുടെ നെഗറ്റീവ് മാർക്സ് അവിടെ ഉയരുകയാണ്. അപ്പം എത്രത്തോളം നെഗറ്റീവ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് കയറി കൂടാം, നല്ലൊരു റാങ്കിലെത്താം. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം നെഗറ്റീവ് മാർക്സ് കുറയ്ക്കാനായിട്ട് ആദ്യം ടെൻഷൻ ഒഴിവാക്കുക. എക്സാം ഹാളിൽ നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ ആ എക്സാം ഹാളിൽ കയറിയിരുന്ന് എന്താ ഒരു 1.25 മണിക്കൂർ കാട്ടിക്കൂട്ടുന്നു എന്ന് അതിനെ അനുസരിച്ചിരിക്കും നമ്മുടെ മാർക്കും റാങ്കും ജോലിയും എല്ലാം. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പോലും നമ്മൾ ടെൻഷൻ കാരണം തെറ്റിക്കുന്ന ഒരുപാട് സാഹചര്യം ഒരുപാട് പേർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ടെൻഷൻ നമ്മുടെ മൈൻഡിനെ നമ്മൾ കൺട്രോളിൽ വരുത്തുക, എന്നിട്ട് നമ്മൾ എക്സാം ഹാളിലോട്ട് കയറുക, എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പം നമുക്ക് നെഗറ്റീവിന് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. ചിലവർ ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ ആദ്യം GK അറ്റൻഡ് ചെയ്യണോ, ആദ്യം മാത്സ് അറ്റൻഡ് ചെയ്യണോ, ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്യണോ എന്നൊക്കെ. ഞാൻ ചില എക്സാമിന് ആദ്യം GK എന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും, എന്നാൽ ചില എക്സാമിന് മാത്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ചില എക്സാമിന് നമുക്ക് മാത്സ് അറ്റൻഡ് ചെയ്തിരുന്ന് GK അറ്റൻഡ് ചെയ്യാൻ ടൈമില്ലാതെ പോവും. പിന്നെ GK നല്ല രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ലാസ്റ്റ് മാത്സ് അറ്റൻഡ് ചെയ്യാൻ സമയമില്ലാതെ പോവും. അപ്പം ഞാൻ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്സ് ആദ്യം അങ്ങ് അറ്റൻഡ് ചെയ്യും, ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് കണ്ടാൽ. അതായത് നമുക്കറിയാമല്ലോ ചില സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ മുമ്പിൽ നമ്മൾ പെട്ടുപോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്ഷനിൽ എല്ലാം ശരി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടു. അതായത് ആ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം നമുക്ക് അറിയത്തില്ലെങ്കിൽ എല്ലാം ശരി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടു. നമുക്കതിൽ നിന്ന് എലിമിനേഷൻ ടെക്നിക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടെന്ന് കണ്ടാൽ ഞാൻ ആദ്യം മാത്സ് തന്നെ അറ്റൻഡ് ചെയ്യാം. മാത്സ് അറിയാവുന്ന കൂടി അല്ലെങ്കിൽ ചെയ്യാൻ ലാസ്റ്റ് ടൈം ഇല്ലാത്തൊരവസ്ഥ വരും. ഞാൻ മാത്സും ഇംഗ്ലീഷും മലയാളവും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം അറ്റൻഡ് ചെയ്യാൻ നോക്കാറുണ്ട്. അല്ലാതൊക്കെ പിന്നെ ഞാൻ ആ ഓർഡറിലേ പോകും, 1 to 100 എങ്ങനെയാണോ ക്വസ്റ്റ്യൻ കിടക്കുന്നത് ആ ഒരു ടൈപ്പിൽ അങ്ങ് പോകും. അപ്പം അതും നമുക്ക് ഈ നെഗറ്റീവ്സും അല്ലെങ്കിൽ നമുക്ക് PSC എക്സാം ടൈം മാനേജ്മെൻറ്റിനും ഒക്കെ ഒരു നല്ലൊരു ടെക്നിക്കാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഒരുപാട് കയറി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ നോൺ GK പാർട്ട് ആദ്യം അങ്ങ് അറ്റൻഡ് ചെയ്യുക, പിന്നെ അടുത്തതായിട്ട് നോൺ GK നോക്കുക. അല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓർഡറിൽ പോയാലും വലിയ കുഴപ്പം വരത്തില്ല. അതായത് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കുറവുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ PSC പരീക്ഷകളിലെ നെഗറ്റീവ്സ് എന്ന് പറയുമ്പം നമ്മളെ റാങ്ക് ലിസ്റ്റുകളിൽ നിന്നെല്ലാം പുറത്താക്കുന്ന ഒരു വില്ലനാണ് ഈ നെഗറ്റീവ് എന്ന് പറയുന്നത്. നെഗറ്റീവ് കൂടുതലായിട്ടും ഉണ്ടാവുന്നത് നമ്മുടെ കൺഫ്യൂഷൻസ്, ടെൻഷൻ, പിന്നെ പ്രഷർ, ഇതിൻ്റെയൊക്കെ മുകളിൽ കൂടെ നമുക്ക് കൂടുതൽ നെഗറ്റീവ്സ് വരുന്നത്. ചിലവർ പറയുന്ന, അല്ലെങ്കിൽ ഞാൻ തന്നെ എനിക്കും ഫീൽ ചെയ്യുന്നു, അറിയാവുന്ന ചില ക്വസ്റ്റ്യൻസ് പോലും നമ്മൾ തെറ്റിച്ച് വീട്ടിൽ വന്നിരുന്ന് ഒരുപാട് വിഷമിക്കാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടാകുന്നത് നമ്മളെ ടെൻഷൻ്റെ പുറത്താണ്. അപ്പം നമ്മൾ എത്രത്തോളം പ്രഷർ ഫ്രീ അല്ലെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം എഴുതാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ നെഗറ്റീവ് ഫ്രീ ആയിട്ടും എക്സാമിന് വെളിയിലോട്ട് വരാം എന്നും ഒരു പാഠം എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എൻ്റെ പരീക്ഷകളിൽ നെഗറ്റീവ്സ് കുറയ്ക്കാനായിട്ട് പറ്റിയ ടെക്നിക്സാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.